സ്ഥാപനങ്ങൾ നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൂടെ യാത്ര ചെയ്യുന്നവര്, സ്കൂളിലേക്കും അതുപോലെ മറ്റ് ജോലിക്ക് വേണ്ടി പോകുന്നവര്, അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ ഓടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുപോലെ വിവിധ ലോഡിംഗ് ജോലികൾ ചെയ്യുന്ന സഹോദരങ്ങള്, നിങ്ങളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വലിയ ഒരു സന്തോഷത്തിന്റെ സദ്വാർത്തയുണ്ട്. ആ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പങ്കുവയ്ക്കാണ്. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശുക്രിസ്തു. ഈ കുഴമന്നം ദേശത്തൂടെ അനേകം തവണ ബൈക്കിൽ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ഇവിടെ അടുത്തൊരു പള്ളിയില് ശുശ്രൂഷ ചെയ്തതാണ്, യാക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ മുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തും ഞാൻ ആ പള്ളിയില് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് 10ഓളം വർഷം. ഞാൻ ഈ ദേശത്തൂടെ പല പ്രാവശ്യം ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ജംഗ്ഷനിൽ വന്ന് സുവിശേഷവുമായി വന്ന് സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഞങ്ങൾ ഏതാനും സുഹൃത്തുക്കൾ സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു സദ്വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ പത്രവാർത്തകളെല്ലാം നമ്മൾ പരിശോധിക്കും. ഈ കാലഘട്ടങ്ങളിൽ അനേകം പ്രതിസന്ധികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ജില്ലയിൽ ഇവിടെ അടുത്തുള്ള ഒരു വിദ്യാലയത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. വലിയ സങ്കടപ്പെടുത്തുന്ന ഒരു വേദനയുള്ള ഒരു വാർത്ത വന്നു. ആ സ്കൂളില് 9ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതുപോലെ നമ്മുടെ ഈ ജില്ലയിൽ പല ആത്മഹത്യകൾ കുട്ടികളുടെ ഇടയിൽ സംഭവിച്ചു. വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യകൾ പെരുകി. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, പ്രത്യേകിച്ച് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുകവലിയുടെയും MDMA പോലെയുള്ള മാരകമായ വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ നാടുകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കലാലയങ്ങളിലുണ്ട്. കുടുംബത്തിൽ കലാലയങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ ജീവിതങ്ങൾ വലിയ ദാരുണമായ അന്ത്യങ്ങളിലേക്ക് കലാശിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പ്രതിവിധി വേണ്ടേ? ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങളിൽ നിന്നൊരു വിടുതൽ വേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ സാമൂഹിക തിന്മകൾക്ക് അടിമപ്പെട്ട് സാമൂഹികമായി തിന്മ പരത്തുന്ന അക്രമികൾക്കും അത് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകമായിട്ടുള്ള പിടിയിൽ നിന്നും